ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ പ്രസ്താവന പാർട്ടി പരിശോധിക്കട്ടെയെന്ന ഡീൻ കുര്യാക്കോസ് MB ഇതുമായി ബന്ധപ്പെട്ട് താൻ പരാതി നൽകിയിട്ടില്ലെന്നും താൻ എങ്ങനെയാണ് ഈ നിലയിലേക്ക് എത്തിയെന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കിക്ക് മന്ത്രി ലഭിക്കാത്തത് ദൗർഭാഗ്യകരമായി പോയെന്നും അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഇനി അതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ എന്നോട് ചോദിച്ചിട്ട് പ്രയോജനമില്ല. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഏക കാര്യം അത് പാർട്ടി പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. പാർട്ടിയുടെ ഉന്നത നേതൃത്വം പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. പാർട്ടിയുടെ ഇല്ല, ഞാൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അല്ലല്ല, ഞാനതിനെ സംബന്ധിച്ച് ഒരു പരാതിക്കാരനല്ല. പ്രത്യേകിച്ചും DCC പ്രസിഡൻറ്റുമായി എനിക്ക് യാതൊരു തരത്തിലുമുള്ള പിണക്കവുമില്ല. പക്ഷേ അദ്ദേഹം ഉന്നയിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഒരു പൊതുചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ പാർട്ടി അത് പരിശോധിക്കുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. ഇല്ലെന്നേ, എനിക്കതിനെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ലല്ലോ. കാരണം ഞാൻ എവിടെ നിന്നും വരുന്നു, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ എന്തിനാ ഞാൻ അതിനെക്കുറിച്ച് ആശങ്കപ്പെടും? അതൊരു ദൗർഭാഗ്യകരമായ കാര്യമായിപ്പോയി. പക്ഷേ നമ്മൾ മനസ്സിലാക്കണമല്ലോ. കാരണം ന്യായമാണ്. 100% ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ 21 മന്ത്രിമാരേ ഉള്ളൂ. ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള ഒരു അലയൻസ് സംവിധാനമാണ്. സ്വാഭാവികമായും ആ തരത്തിലുള്ള പരിമിതികൾ മുന്നണി നേതൃത്വത്തിനുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും ഒരു മന്ത്രി ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായത്തിൽ ഞാൻ അടിവരയിടുന്നു.